10% താഴെ മാത്രം നിയമനം നടന്നു. ഇനി 5 മാസം മാത്രമാണ് ലിസ്റ്റിന് കാലാവധി. പ്രതീക്ഷയുണ്ടോ ഈ ഘട്ടത്തിൽ? സർ, ഒത്തിരി പേര് പ്രതീക്ഷയില്ലാതെ തന്നെയാണ് ഇരിക്കുന്നത്. കാര്യം ഇതിൽ തന്നെ ഏറ്റവും കൂടുതൽ പേരും ഏജ് ഓവർ ആയവരാണ്. അപ്പോൾ അവരുടെ ഏറ്റവും അവസാനത്തെ പ്രതീക്ഷയാണ് ഈ ലിസ്റ്റ്. അപ്പോൾ ആ ലിസ്റ്റിൽ തന്നെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഇത്രയും അനുകൂലമല്ലാത്ത കാര്യങ്ങൾ നടക്കുമ്പോൾ തന്നെ അവർ ഇതിൽ കൂടുതൽ ഇനി എത്രമാത്രം മാനസികമായി ബുദ്ധിമുട്ടും എന്നുള്ളത് പറയാതെ തന്നെ മനസ്സിലാവുന്ന കാര്യമാണ്. അതുപോലെ തന്നെ പ്രൊമോഷൻ ഞങ്ങൾ ഇപ്പോൾ പോസ്റ്റ് ക്രിയേഷനുള്ള സാധ്യതകൾ ഇപ്പം മങ്ങി വരികയാണ്. കാരണം ഞങ്ങൾ പുറകെ നടന്ന് മടുത്ത ഒരു സാഹചര്യത്തിലാണ് ഇപ്പം നിൽക്കുന്നത്. കാരണം പോസ്റ്റ് ക്രിയേഷൻ അവരുടെ സാമ്പത്തിക മാന്യം കാരണം പോസ്റ്റ് ക്രിയേഷൻ ചെയ്യില്ല എന്ന രീതിയിലുള്ള എന്താണ് വകുപ്പിൽ നിന്ന് കിട്ടുന്ന മറുപടി? സർ, പോസ്റ്റ് ക്രിയേഷൻ കൂടുതലും ആർദ്രം പദ്ധതിയുടെ, അതായത് കഴിഞ്ഞ മന്ത്രിസഭയിൽ വന്നതാണ് ആർദ്രം പദ്ധതിയുടെ 2 ഘട്ടങ്ങൾ. ആ 2 ഘട്ടങ്ങളിലും പോസ്റ്റ് ക്രിയേഷൻ നടന്നിരുന്നു. അതിനുശേഷം 3ാമത്തെ ഘട്ടം ഈ ലിസ്റ്റിൽ നടത്തേണ്ടതാണ്. പക്ഷേ ഈ 2.5 വർഷമായിട്ട് പോലും അതിൽ നിന്നും ഒരു വേക്കൻസി പോലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. അത് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിൽ വരുമ്പോൾ യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ LSGയിലെ ഈ ജീവനക്കാരുടെ പ്രശ്നം, നിരവധി ഉദ്യോഗാർത്ഥികൾ ദീപിക സൂചിപ്പിച്ചതുപോലെ ഏജ് ഓവർ ആവാൻ സാധ്യതയുണ്ട്. ഇനി ഈ ലിസ്റ്റ് ലാപ്സ് ആവുകയാണെങ്കിൽ അടുത്ത ലിസ്റ്റ് വരുമ്പോഴേക്കും നിങ്ങളിൽ പലരുടെയും ഏജ് കഴിഞ്ഞു പോവില്ലേ? പലരുടെയും പ്രതീക്ഷകൾ അസ്ഥാനത്താവില്ലേ? സർക്കാർ ജോലി എന്ന സ്വപ്നം ഉപേക്ഷിക്കേണ്ടി വരില്ലേ? അജേഷ്, നമ്മുടെ ലിസ്റ്റിലും സെയിം അവസ്ഥയാണുള്ളത്. ഏറ്റവും കൂടുതൽ ഏജ് ഓവറായവരാണ് നമ്മുടെ ലിസ്റ്റിലുള്ളത്. അപ്പോൾ ഈ ഒരു മെല്ലെ പോക്കാണെങ്കിൽ നമ്മുടെ ലിസ്റ്റ് തീരുമ്പോൾ നമുക്കൊരു സർക്കാർ ജോലി എന്നുള്ളൊരു സ്വപ്നം ഇല്ലാതാവുകയാണ് ചെയ്യുന്നത് ഒട്ടുമിക്ക പേർക്കും. അതാണ് നമ്മുടെ ഏറ്റവും വലിയ വിഷയവും. വിഷ്ണു ശങ്കർ, ഇതിങ്ങനെ അനിശ്ചിതമായി മുന്നോട്ട് പോയാൽ നിങ്ങൾ ഇനി എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? വിഷ്ണു ശങ്കർ തന്നെ 7ഓളം ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. നമുക്കിപ്പോൾ ഈ താൽക്കാലിക നിയമനങ്ങളാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത്. ആ താൽക്കാലിക നിയമനങ്ങൾ ഇല്ലാതാക്കുവാൻ അധികാരികളുടെ മുന്നിലേക്ക് പോകുമ്പോൾ ഈ 140 മണ്ഡലങ്ങളിലെയും MLA-മാരെ പോയി നമ്മൾ കാണുമ്പോഴും അവരിൽ നിന്ന് ശരിയാക്കാം എന്നൊരു മറുപടി അല്ലാതെ അതിലേക്കൊരു പോംവഴി എത്തുന്നില്ല. എല്ലാം ശരിയാക്കാം എന്ന് പറഞ്ഞ് അധികാരത്തിലെത്തിയ സർക്കാരാണ്. ആ സർക്കാരിനൊരു തുടർച്ച വന്നു. ചെറുപ്പക്കാർ തലസ്ഥാനത്തെ തെരുവോരങ്ങളിൽ പ്രതിഷേധിക്കുന്നത് നമ്മൾ കണ്ടു. PSC നിയമനം തുടർന്ന് വേഗത്തിലാക്കാൻ സർക്കാർ തീരുമാനിച്ചു. പക്ഷേ ഇപ്പോൾ വീണ്ടും PSC നിയമനം മന്ദഗതിയിലായിരിക്കുന്നു. PSC നിയമനം വൈകുന്തോറും ഏജ് ഓവറായി ലിസ്റ്റുകളുടെ കാലാവധിക്കൊപ്പം കാലഹരണപ്പെട്ടു പോകുന്നത് ഈ ഉദ്യോഗാർത്ഥികളുടെ സ്വപ്നങ്ങളാണ്, അവരുടെ ജീവിത പ്രതീക്ഷകളാണ്. ലിസ്റ്റുകൾ കാലഹരണപ്പെടുമ്പോൾ ഈ യുവാക്കളുടെ സ്വപ്നങ്ങളുടെ ചിറകാണ് നിങ്ങൾ എറിയുന്നത്. അതുകൊണ്ട് സർക്കാർ ഒന്ന് മനസ്സിലാക്കണം, ഈ യുവാക്കളുടെ കണ്ണീര് വീണാൽ ഒരു സർക്കാരും ഗതിപിടിച്ച ചരിത്രമില്ല. അതുകൊണ്ട് ഈ സർക്കാർ കൂടുതൽ കനുവായി ഇനിയും ഈ ഉദ്യോഗാർത്ഥികളെ തലസ്ഥാനത്തേക്ക് കൊണ്ടുവരരുത്. അവരെത്തേണ്ട ഒരു സാഹചര്യം സൃഷ്ടിക്കരുത്. റാങ്ക് ലിസ്റ്റിനോടൊപ്പം അവരുടെ സർക്കാർ ജോലി എന്ന പ്രതീക്ഷ സ്ഥാനത്താവരുത്. ഇന്ത്യയിൽ ഏറ്റവും ക്രെഡിബിളായി പരീക്ഷ നടത്തുന്ന ഏജൻസിയാണ് കേരള PSC. ഏറ്റവും നിയമനം മറ്റു സംസ്ഥാനങ്ങളിൽ കൂടുതൽ നടത്തുന്നതും കേരള PSC ആണ്. പക്ഷേ നിയമനത്തിൻ്റെ വേഗം പോരാ. അതാണ് ഉദ്യോഗാർത്ഥികൾ പറയുന്നത്. അവരുടെ ജീവിതമാണ് ഈ പരീക്ഷയുടെ ലിസ്റ്റിലുള്ളത്. ഓരോ ഫയലിലും ജീവിതമുണ്ട് സാർ.